ഡൊണാൾഡ് ട്രംപിന് യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ പറ്റില്ല. കാരണം എഫ്സ്റ്റീൻ ഫയൽസ് വാർ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുതിയ ഫയൽസ് റിലീസ് ചെയ്തു. ട്രംപ് നൈസായിട്ട് ഇസ്രായേലിന്റെ കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞു. ഇതിനു മുമ്പ് 7 അമേരിക്കൻ പ്രസിഡന്റുമാർ വേണ്ടെന്ന് വെച്ച യുദ്ധമാണ് ട്രംപ് തുടങ്ങിയത്. ഇന്ന് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേലിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുതരാം. എഫ്സ്റ്റീൻ ഫയൽസിൽ ട്രംപിനെതിരെ കൂടുതൽ നാണക്കേടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അത് അമേരിക്കൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും FBI പോലും അറിഞ്ഞുകൂടാ. അവർ നോക്കുന്ന എവിഡൻസ് എല്ലാം ഇസ്രായേലിന്റെ കയ്യിലുമുണ്ട്, മൊസാദിന്റെ കയ്യിലുമുണ്ട്. അതുകൊണ്ടാണ് ട്രംപിന് ആവശ്യമില്ലാത്ത യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചിട്ടത്. FBI ഒരു കാര്യം റിവീൽ ചെയ്തു. ഒക്ടോബർ 2020 അവർക്ക് സംശയമുണ്ടായിരുന്നു എസ്റ്റീൻ ഇസ്രായേലിന് വേണ്ടി വർക്ക് ചെയ്യുന്നുവെന്ന്. FBI ഇൻഫോർമന്റ് ഇത് പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. എസ്റ്റീനെ ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദ് അവരുടെ അസറ്റായി റിക്രൂട്ട് ചെയ്തതാണെന്ന് പറയുന്നു. ഒരു സ്പൈ ആയി ട്രെയിൻ ചെയ്തതായും FBI ഡോക്യുമെന്റിൽ പറയുന്നു. എസ്റ്റീനും ഹൈ പ്രൊഫൈൽ ലൈംഗിക പീഡനക്കാരും അവർ ചെയ്ത പാവങ്ങൾ മറച്ചു വെക്കുന്ന ഏതെറ്റുമ്പോൾ, പക്ഷേ എസ്റ്റീൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഫയലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? പുതിയ ഫയലിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന എഹുദ് ബറാഖുമായി അസാധാരണ അടുത്ത ബന്ധമുണ്ടായിരുന്നു. എഹുദ് റിട്ടയർഡ് മിലിറ്ററി ജനറൽ ആയിരുന്നു. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് മേഖലയിൽ വർഷങ്ങളായുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. എസ്റ്റീനെ മാൻഹട്ടൻ വീട്ടിൽ എപ്പോഴും എഹുദ് വിസിറ്റ് ചെയ്യുമായിരുന്നു. മാൻഹട്ടൻ ബിൽഡിംഗിൽ ഹൈ പ്രൊഫൈൽ പവർഫുൾ പീപ്പിളിനെ കൊണ്ടുവരികയും അണ്ടർ ഏജ് ഗേൾസിനെ കൊണ്ടുവരികയും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും പിന്നെ അത് സീക്രട്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുകയും പിന്നെ അത് വെച്ചാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. 2016 ആ ബിൽഡിംഗിൽ പുതിയ ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തു. പുതിയ സർവൈലൻസ് സെറ്റപ്പ് ഉണ്ടാക്കി. ഇതാരാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് അറിയാമോ? ഇസ്രായേൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ്. എസ്റ്റീന്റെ സ്റ്റാഫും ഇസ്രായേൽ ഓഫീസേഴ്സും മീറ്റിംഗ് വെച്ചിട്ടാണ് ഈ ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തത്. ഒരു ബിൽഡിംഗിൽ അവിടെയുള്ള ഫുൾ പവർഫുൾ പീപ്പിൾസിനെ കൊണ്ടുവരിക, അവിടെയുള്ള അണ്ടർ ഏജ് ഗേൾസിനെ കൊണ്ടുവരിക, അതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ ഓഫീസേഴ്സ്. ഈ ഒരു ഓപ്പറേഷൻ ഒരു പേര് പറയും കോംപ്രമാറ്റ് എന്ന്. കോംപ്രമാറ്റ് മീൻസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ആ ഇൻഫർമേഷൻ വെച്ച് ആ പേഴ്സണെ പെർമനന്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റണം. സോ ഇതാണ് നടക്കുന്നത്. അമേരിക്ക ഇസ്രായേലിന്റെ ഫ്രണ്ടുമല്ല അലൈസുമല്ല, ഒരു അടിമയാണ് ഇപ്പോൾ. സോ ഈ മെത്തേഡ് ആയിരിക്കും അമേരിക്കൻ ഗവൺമെന്റ് മോദി ഗവൺമെന്റിനെതിരെ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയായിരിക്കും ഇന്ത്യ അമേരിക്കയുടെ അടിമയാക്കിയത്. നിങ്ങൾ പറയും.